പൾസ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് അൽ-അരീഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അബ്ദുൾ ബാരി സാറാണ്, സൈക്കാട്രിസ്റ്റ്. നമുക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ സാറിനോട് ചോദിച്ചറിയാം. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ, വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. പൊതുവെ എല്ലാരും പറയാം, ഞാൻ ഡിപ്രഷനിലോട്ട് പോവുക, എനിക്കൊരു വിഷാദ രോഗത്തിന്റെ ലക്ഷണമാണ്. എന്താണ് ഈ വിഷാദ രോഗം? മാനസിക രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണ് വിഷാദ രോഗം. സൈക്കാട്രിയിൽ കോമൺ കോൾഡ് ഇൻ സൈക്കാട്രി എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇപ്പം ഈ ഒ പിയിലായാലും വരുന്ന രോഗികളുടെ ഒരു 50% വിഷാദ രോഗമുള്ളവരായിരിക്കും. ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ചെറിയൊരു വിഷാദമുണ്ട് എന്ന് പറയുന്നതോ, ഞാൻ ഇനി ഇങ്ങനെ പല ജീവിത പ്രശ്നങ്ങൾ കാരണം വിഷാദത്തിലോട്ടാണ് എന്ന് പറയുന്നതോ ഒക്കെ വിഷാദ രോഗം ആകണമെന്നില്ല. മനുഷ്യൻ്റെ ഒരു മാനസിക നിലയും അയാളുടെ ചുറ്റുപാടുകൾക്കെല്ലാം ആവശ്യമായ വർണ്ണവും നിറവും ഒക്കെ കൊടുക്കുന്നതും ഭംഗി കൊടുക്കുന്നതൊക്കെ അയാളുടെ മൂഡാണ്. ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയും. ആ മൂഡിനുണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങളാണ് ഈ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. പല രോഗങ്ങളുണ്ട്, അതിലൊന്നാണ് വിഷാദം. വിഷാദത്തിൻ്റെ രോഗം നിർണ്ണയിക്കാനായിട്ട് വേണ്ടത് ഈ പറഞ്ഞ ഒരാൾക്ക് ഒരു ദിവസം ഇച്ചിരി വിഷമം തോന്നി, പിറ്റേന്ന് നേരെയായി, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി, അത് നമുക്ക് വിഷാദം എന്ന് പറയാൻ പറ്റത്തില്ല. ക്ലിനിക്കലി വിഷാദ രോഗം എന്ന് പറയണമെങ്കിൽ ഈ വിഷാദാത്മകമായ മൂഡ്, ഡൗൺ മൂഡ്, ഒന്നും ദൈനംദിന കാര്യങ്ങളൊന്നും തന്നെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ വിഷാദത്തിൻ്റെ മറ്റു ചില രോഗലക്ഷണങ്ങളൊക്കെ വളരെ ഗുരുതരമായിട്ട് തീവ്രമായിട്ട് വരികയും 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുകയും ഇത് കാരണം ഈ വ്യക്തിയുടെ ദൈനംദിന ജീവിതം, പഠനം, വിദ്യാർത്ഥിയാണെങ്കിൽ പഠനം, വീട്ടമ്മയാണെങ്കിൽ വീട്ടിലെ ജോലി, ഒരു പ്രൊഫഷണലാണെങ്കിൽ അയാളുടെ ജോലി, ആ ജോലിയിലൊക്കെ വീഴ്ച വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയ്ക്കാണ്. ഗുരുതരമായിരിക്കുക, 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുക, അത് മറ്റ് മാനസിക രോഗങ്ങൾ കൊണ്ടോ മറ്റ് എന്തെങ്കിലും മദ്യപാനമോ മറ്റ് ലഹരി ഉപയോഗം കൊണ്ടോ അല്ലാതിരിക്കുക ഒക്കെ വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് വിഷാദം എന്ന് പറയുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ വിഷാദാത്മകമായ മൂഡ്, ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതോടൊപ്പം ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കക്കൂടുതൽ, ശരീര തൂക്കക്കുറവ് അല്ലെങ്കിൽ തൂക്കക്കൂടുതൽ, താല്പര്യമില്ലായ്മ, ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ഒരു ജീവിതത്തെക്കുറിച്ച് തന്നെ ഒരു ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, തീരെ കൂടുമ്പോഴത്തേക്ക് ആത്മഹത്യാ ചിന്ത ഒക്കെ ഇതിൻ്റെ കൂടെ വരാം. അപ്പോൾ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ 4-5 ലക്ഷണങ്ങളും ഡിപ്രസ്ഡ് മൂഡും ഒക്കെ വളരെ സിവിയറായിട്ട് നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ വിഷാദം എന്ന് പറയുക. അപ്രകാരം കണ്ടു കഴിഞ്ഞാൽ അവർ ആശുപത്രി ഡോക്ടറെ സമീപിക്കുകയും അതിനാവശ്യമായ ചികിത്സ എടുക്കുകയും വേണം. ഇന്ന് ഫലപ്രദമായ ചികിത്സകളൊക്കെ ലഭ്യമാണ്. ഡോക്ടർ, എന്നാലും പൊതുവെ ഒരു സാധാരണക്കാർക്കൊരു ഭയമാണ് ഈ ഡോക്ടറെ, ഈ സൈക്കോളജിസ്റ്റിനെ കാണാൻ വരുന്നത് ഒരു മാനസിക രോഗം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വരുന്നത് പൊതുവെ മറ്റുള്ളവർ അറിഞ്ഞാൽ അതൊരു മോശകാര്യമല്ലേ എന്നൊരു ചിന്തയാണ്. അതിനെക്കുറിച്ചൊരു അഭിപ്രായം? അത് മാനസിക രോഗ ചികിത്സാ രംഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ വിരൽ ചൂണ്ടിയത്. അതാണ് സ്റ്റിഗ്മ എന്ന് പറയും. ഈ സ്റ്റിഗ്മയാണ് ഈ രോഗത്തെക്കുറിച്ചുള്ള ഒരു അസ്പൃശ്യത, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഒരു തൊട്ടുകൂടായ്മ, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഭയം, അതേക്കുറിച്ചുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ട് എന്തോ വല്ലാത്തൊരു സാധനമാണെന്നുള്ളൊരു ബോധം. അതാണ് അതിൻ്റെ ഒരു കാതൽ. അസുഖങ്ങളുടെ നീണ്ടു നിൽക്കുന്ന പ്രകൃതം, അസുഖങ്ങളുടെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രത്തിൻ്റെ ഒരു അറിവിലുള്ള കുറവ്, ഇതൊക്കെ അതിനൊരു കാരണമായിരിക്കാം. അങ്ങനെ ഞാൻ പറയാൻ കാരണം, നേരത്തെ ഇപ്പോൾ ക്ഷയരോഗത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഹാൻസൻസ് ഡിസീസ് എന്ന് പറയുന്ന കുഷ്ഠരോഗത്തെ സംബന്ധിച്ചൊക്കെ ഇതുപോലുള്ള വലിയൊരു ദുരൂഹതയും ഭയവും ഒക്കെ പൊതുജനങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ അതിന് രോഗകാരണം ശരിയായിട്ട് നിർണ്ണയിക്കപ്പെടുകയും രോഗത്തിന് നല്ല ബെറ്റർ ചികിത്സ എടുത്താൽ നന്നായി രോഗം മാറുക, ആ അവസ്ഥയിലേക്ക് എത്തുകയും രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം വെളിവാകുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പേടിയും ദുരൂഹതയൊക്കെ മാറി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആളുകൾക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള അജ്ഞതയും ഒക്കെ ഈ സ്റ്റിഗ്മയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. എല്ലാ ലെവലിലും സ്റ്റിഗ്മയുണ്ട്. ഇതിനെക്കുറിച്ച് അറിവുള്ളവരുടെ ഇടയിലുണ്ട്, ഡോക്ടർമാരുടെ ഇടയിലുണ്ട്, സാധാരണ നാട്ടുകാരുടെ ഇടയിലുണ്ട്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പേടിയാണ്. അതിൻ്റെ ഒരു കാരണം ഞാനിപ്പോൾ പറഞ്ഞ രോഗത്തിൻ്റെ മൂലകാരണത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ശാസ്ത്രത്തിന് തന്നെ അറിവില്ലായ്മ, പല രോഗങ്ങളും നീണ്ടു നിൽക്കുന്ന സ്വഭാവം ഒക്കെ ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ, ചില ഒരു വിഭാഗം മാനസിക രോഗങ്ങൾക്കൊക്കെ ഉള്ള രോഗികളിൽ കാണുന്ന അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ. പേഷ്യൻ്റ് പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്നു, വലിയ ബഹളം വയ്ക്കുന്നു, അല്ലെങ്കിൽ വയലൻ്റ് ആവുന്നു എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അത്തരം ബിഹേവിയർ, ഇതൊക്കെയാണ് ഒരുപക്ഷെ രോഗത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഇതിനൊക്കെ ഒരു കാരണം. അതിൽ നിന്നാണ് ഈ സ്റ്റിഗ്മ ഉണ്ടാകുന്നത്. അപ്പം സ്റ്റിഗ്മ മാറണം. സ്റ്റിഗ്മ ഒരുപക്ഷെ
ഒരു 25-50 കൊല്ലം മുമ്പുള്ളതിനെക്കാട്ടി സ്റ്റിഗ്മ അവരോട് മാറിയിട്ടുണ്ടെന്ന് കാണാം. നോക്കൂ, ഇപ്പോൾ ഇതൊരു ജനറൽ ഹോസ്പിറ്റലാണ്. ജനറൽ ഹോസ്പിറ്റൽ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഞാനിവിടെ ഇരിക്കുന്നു. ഞങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ആഴ്ച ഒരു ദിവസം അവരുണ്ട്. ഞാനിവിടെ 3 ദിവസമുണ്ട്. അപ്പം ആളുകൾ രോഗമായിട്ട് നമ്മളെ തേടി വരുന്നുണ്ട്, രോഗിയായിട്ട് ഞങ്ങളെ കാണാൻ വരുന്നുണ്ട്. എന്തുകൊണ്ട്? അത് ആ സ്റ്റിഗ്മയിൽ വേണ്ടുന്ന കുറവ് വന്നതുകൊണ്ടും ഇതിന് ചികിത്സ ഉണ്ടെന്ന ആളുകൾക്ക് അറിവുള്ളത് കൊണ്ടാണ് അപ്രകാരം. അപ്പം ഓവർ ദ ടൈം ഗ്രാജുവലി ഇപ്പം മാനസികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ എടുത്ത് നോക്കൂ. ഇപ്പം തിരുവനന്തപുരം അല്ലെങ്കിൽ ഉളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രം, തൃശ്ശൂർ മാനസികാരോഗ്യ കേന്ദ്രം, കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം, ഇവിടങ്ങളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആശുപത്രി ഓപ്പൺ അപ്പായി, എല്ലാവർക്കും പോകാം, ഫാമിലി വാർഡ്സ്, മറ്റു വാർഡ്. ഇപ്പം ഈ ജനറൽ ഹോസ്പിറ്റലിൽ സൈക്കാട്രി യൂണിറ്റുകൾ വന്നു. ഇതൊന്നും പണ്ടില്ലായിരുന്നു. അപ്പോൾ കാലക്രമേണ ശാസ്ത്രത്തിന്റെ പുരോഗതി എല്ലാ രംഗത്തും ഉണ്ടാകുന്ന പോലെ ഈ മാനസിക രോഗ ചികിത്സാ രംഗത്തും ഉണ്ടാകുന്ന പുതിയ പുതിയ ഔഷധങ്ങൾ, ആ ഒരു രംഗത്തുള്ള പുരോഗതി, ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ്, ഈ കാര്യങ്ങളൊക്കെ പൊതുവെ സ്റ്റിഗ്മ കുറയ്ക്കുകയും ഇപ്പം ആളുകൾ വലിയ മടി കൂടാതെ ഒരാൾക്ക് വിഷാദമായിട്ടോ, ഒരാൾക്ക് വലിയ ഉത്കണ്ഠയായിട്ടോ, ഒരാൾ വ്യത്യാസമായിട്ടുള്ള സ്വഭാവങ്ങളെ കാണിച്ചാൽ ഡോക്ടറെ കാണണം അല്ലെങ്കിൽ ഇന്നാരൊക്കെ കാണും, അങ്ങനെ ആൾക്കാർ വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കുറേശ്ശെ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ മറ്റ് മെഡിക്കൽ സ്പെഷ്യാലിറ്റികളിൽ ഇല്ലാത്ത സ്റ്റിഗ്മ സൈക്കാട്രിയിലുണ്ട്. അത് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് വിൽ കം ഡൗൺ ഓവർ ദ ടൈം. അതുപോലെ തന്നെ ഈ നമ്മളൊരു ഡിപ്രഷന് വേണ്ടിയിട്ട് ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ അതൊരു മരണം വരെ കഴിക്കണം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അത് സ്റ്റോപ്പ് ചെയ്താൽ ഒരുപാട് സൈഡ് എഫക്ട്സ് വരും എന്നൊരു പൊതുവെ ഒരു പറച്ചിൽ. ശരിക്കും അത് സത്യമാണ്? ഇല്ല, അതൊക്കെ തെറ്റായ ധാരണകളാണ്. ഈ ഔഷധങ്ങളെ കുറിച്ച് ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഔഷധങ്ങളൊക്കെ എല്ലാം ഉറക്ക ഗുളികകളാണ്, ഔഷധങ്ങൾ തുടങ്ങിയ അഡിക്ഷൻ ആയി പോകും. ഇതൊക്കെ പബ്ലിക് യഥാർത്ഥം വിചാരിക്കുന്നതാണ്. സർ, ഇതൊക്കെ അഡിക്ഷൻ ആവുന്നു. നമ്മൾ ഇത് എല്ലാ ദിവസവും നമ്മുടെ പേഷ്യൻസ് ചോദിക്കും, അഡിക്ഷൻ ആയി പോകും, മരിക്കുന്നവരെ കഴിക്കാൻ നിർത്താൻ പോകൂല. അങ്ങനെയൊന്നും അല്ല. രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് ചികിത്സ. ഔഷധ ചികിത്സയാണ് അതിന്റെ കോർണർ സ്റ്റോൺ പ്രധാനമായിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റ് സൈക്കോളജിക്കൽ മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ്, കൗൺസിലിംഗ്, മറ്റു തരം തെറപ്പീസും ഒക്കെ അവർക്ക് വേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ ECT പോലത്തെ ചികിത്സയൊക്കെ വേണ്ടി വരാം. ഈ ഒരു എപ്പിസോഡ്, ഒരാൾക്കൊരു വിഷാദം വന്നു, വിഷാദം ഉദാഹരണമായിട്ട് എടുക്കാം. അയാൾക്ക് ഒരുപക്ഷെ 6 മാസം ചികിത്സ വേണ്ടി വരാം. ഒരാൾക്ക് ഒരു സ്ട്രെസ് വന്നു, അതിന് തുടർന്നൊരു ഉറക്കക്കുറവും ഒരു വെപ്രാളവും ബുദ്ധിമുട്ടൊക്കെ വന്നു, ഡോക്ടറെ കാണുന്നു. ചിലപ്പോൾ 2 ആഴ്ചത്തെ മരുന്ന്, ആ സ്ട്രെസ് മാറി, അയാൾക്ക് അസുഖവും മാറി, 2 ആഴ്ച ചികിത്സ അതിന് വേണ്ടി വരുള്ളൂ. അങ്ങനെ ഈ ഒരു അഭിപ്രായം വരാൻ കാരണം, മാനസിക രോഗി എന്ന് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ, നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു പ്രോട്ടോടൈപ്പാണ്. എന്നുവെച്ചാൽ ഇപ്പം റോഡിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മാനസിക രോഗി, മുഷിഞ്ഞ വസ്ത്രമായിട്ടും വസ്ത്രം ധരിക്കാതെയും നമ്മൾ കാണുന്ന സ്ട്രീറ്റിലെ കാണുന്ന ആള്, അത് മോസ്റ്റ് അൺകെയർഡ്, ഔട്ട്കാസ്റ്റ്, കുടുംബത്തിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെട്ട ഏതെങ്കിലും ക്രോണിക് മാനസിക രോഗി ആയിരിക്കാം, അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡെമൻറ്റഡ് ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കിസോഫ്രനിയ പോലത്തെ ഗുരുതര രോഗമുള്ള ആളായിരിക്കാം. അപ്പോൾ ഗുരുതരമായ രോഗമുള്ള ചികിത്സ കിട്ടാത്ത ഒരാളിന്റെ പിക്ചറാണ് മാനസിക രോഗം എന്ന് കേട്ടാൽ മനുഷ്യരുടെ മനസ്സിൽ വരിക. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സ്റ്റിഗ്മയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം മരുന്നുകളൊക്കെ വലിയ കുഴപ്പമാണ്, മരണം വരെ കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നു. ഗുരുതരമായ രോഗങ്ങൾ, സ്കിസോഫ്രനിയ, ബൈപ്പോളർ മൂഡ് ഡിസോർഡർ, ചില രോഗങ്ങൾക്ക് ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടി വരും. ചില രോഗങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. ദീർഘകാലം ചിലപ്പോൾ കഴിക്കേണ്ടി വരാം, ചിലപ്പോൾ. പക്ഷെ എല്ലാ മാനസിക രോഗങ്ങളും ഒന്നല്ല, 100 തരം രോഗങ്ങൾ കാണാം. ലഘുവായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്ക പ്രശ്നം, സെക്ഷുവൽ പ്രശ്നം, കുട്ടികളുടെ പഠന പ്രശ്നം, ഹസ്ബൻഡ് വൈഫ് എന്നുള്ള കോൺഫ്ലിക്ട്സ്, സ്ട്രെസ് വന്നു, ഒരു സാമ്പത്തികം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ രോഗം വന്നു, അതിൻ്റെ കൂടെ ഡിപ്രഷൻ വന്നു. ഇങ്ങനെ നിരവധി രോഗങ്ങളുണ്ട്. അപ്പം അതിനകത്ത് രോഗം ഏതാണെന്നുള്ള അനുസരിച്ചാണ് എത്ര നാൾ ചികിത്സ വേണം, ഏത് മരുന്ന് വേണം. ഈ മരുന്നുകളൊന്നും തന്നെ അഡിക്ഷൻ ഉണ്ടാക്കുന്നില്ല, എക്സെപ്റ്റ് മേ ബി ഉറക്കത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ബെൻസോഡൈസപ്പീൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽപ്പെടുന്ന മരുന്നുകളുണ്ട്, ഡൈസപ്പാം, അൽപ്രസോളം, അതൊക്കെ എല്ലാവരും കേട്ടാണ്. അത്തരം മരുന്നുകളൊക്കെ ചില ദീർഘകാലം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ചെറുപ്പക്കാർക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് അത്രയും കാലാവധിയെ പ്രിസ്ക്രൈബ് ചെയ്യാവും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അത് വെറുതെ മിസ്യൂസ് ചെയ്യുകയും ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഒരു വിഭാഗം മരുന്നുകൾക്ക് ഒരുപക്ഷെ ഡിപ്പെൻഡൻസ് ഉണ്ടെന്ന് പറയാം, അഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. എല്ലാവരിലും അല്ല, ഓൾഡ് ഏജിലൊന്നും അല്ല, ചെറുപ്പക്കാരിലൊക്കെ. മറ്റ് ആൻറ്റി ഡിപ്രസൻസ് ആവട്ടെ, ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകളാവട്ടെ, മറ്റ് അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇതൊന്നും തന്നെ അഡിക്ഷൻ ഉണ്ടാക്കുന്നവയല്ല. രോഗത്തിന്റെ പ്രത്യേകത അനുസരിച്ച് എത്ര നാൾ ചികിത്സ വേണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നേ ഉള്ളൂ. ഒന്നും മരണം വരെ എല്ലാ മരുന്നും കഴിക്കണം അങ്ങനെയൊന്നുമില്ല. ഇതൊരു ഉറക്ക ഗുളിക പോലെയാണ് പൊതുവെ അത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ല, എല്ലാ മരുന്നും ഉറക്ക ഗുളികളല്ല. മെജോറിറ്റി മരുന്നുകൾക്കും ഒരു ഉറക്കം ഉണ്ടാക്കാനുള്ള പ്രോപ്പർട്ടിയും കൂടി കുറച്ചുണ്ട്. നമ്മുടെ മാനസിക രോഗമായിട്ട് വരുന്ന നമ്മുടെ രോഗികൾക്ക് പലർക്കും ഉറക്കക്കുറവ് ഒരു പ്രശ്നമാണ്.
ഒരു പക്ഷേ മരുന്നിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റായ ഉറക്കക്കൂടുതൽ നമ്മൾ ഉറക്കം കിട്ടാൻ വേണ്ടിയും കൂടി ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഉറക്കത്തിന് മാത്രമായി പ്രത്യേക ഔഷധങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ബെൻസോഡൈസപ്പിൻ മരുന്നുകളൊക്കെ ഉണ്ട്. മറ്റു മരുന്നുകൾക്ക് ചെറിയ ക്ഷീണം ചില മരുന്നുകൾക്ക് ഉണ്ടാകും. പലപ്പോഴും നമ്മൾ മരുന്ന് രാത്രി ആയിരിക്കും അത് ഉപയോഗിക്കുക. ഒന്നും വലിയ താങ്ങാനാവാത്ത സൈഡ് ഇഫക്ട്സോ ഒന്നുള്ള മരുന്നുകളൊന്നുമല്ല. മരുന്നുകളുടെ രംഗത്തുണ്ടായ മാറ്റം വലിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഉദാഹരണം, മുൻകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൻറ്റിസൈക്കോട്ടിക് മരുന്നുകളൊക്കെ പലതും രോഗികളൊക്കെ വലിയ വിറച്ചിട്ടൊക്കെ ട്രമറൊക്കെ ഉള്ള രോഗികളെ കാണാം. അല്ലെങ്കിൽ കണ്ണ് തിരിയുക, കഴുത്ത് തിരിയുക, വിറയൽ, നടക്കാൻ പാർക്കിൻസോണിസം രോഗി നടന്ന പോലെ നടക്കുക, ഈ മരുന്ന് കഴിക്കുന്നൊരു സലൈവ ഡ്രൂൾ ചെയ്യുക, അത്തരം രോഗികളൊക്കെ ഞങ്ങൾ ഒക്കെ PG പഠിക്കുന്ന സമയത്തൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. കാരണം അന്ന് ആ മരുന്നുകളായിരുന്നു ലഭ്യമായിട്ടുള്ളത്. ആ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ആയിരുന്നു ഈ മൂവ്മെന്റ് ഡിസോർഡർ, വിറയൽ പോലത്തെ. പിന്നീട് പുതിയ സെക്കൻഡ് ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക് മരുന്നുകളൊക്കെ ലഭ്യമായി. ഒലാൻസപ്പിൻ, ക്വിറ്റിയപ്പിൻ, ആദ്യം ഹാലോപെരിഡോൾ, ട്രൈഫ്ലുപെർസിൻ, അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ. പുതിയ മരുന്നുകൾക്ക് ഈ വിറയലൊന്നും താരതമ്യേന തീരെ ഇല്ല. എന്നാൽ അതിന് സെഡേഷൻ കൂടുതലുണ്ട്. ചിലതിന് വെയിറ്റ് ഗെയിൻ വരാം. ഇങ്ങനെയൊക്കെയുള്ള സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നല്ല, മരുന്നുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മരുന്നുകൾ കൊണ്ട് നല്ല പൂർണ്ണമായി മാറ്റുന്ന രോഗങ്ങളുണ്ട്. നല്ല രോഗശമനം വരികയും കുടുംബം നടത്തിക്കൊണ്ട് പോകത്തക്ക രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ഔഷധങ്ങൾക്ക് പ്രധാനപ്പെട്ട റോളാണുള്ളത്. ഔഷധങ്ങളുടെ പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം രോഗികൾക്ക് ഗുണം ചെയ്യും. ധാരാളം രോഗികൾ ഔഷധങ്ങൾ കഴിച്ച് സമൂഹത്തിൽ പ്രവർത്തിയെടുക്കുകയും ജോലി ചെയ്യുകയും കുടുംബം പോറ്റുകയും വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ നിരവധി ഉണ്ട്. ഈ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ ശരിക്കും എക്സസൈസ് അങ്ങനെ കുറെ, അല്ലെങ്കിൽ ഡയറ്റ് അങ്ങനെയൊക്കെ, ഈ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ശരിക്കും എന്താ ചെയ്യേണ്ടത്? അല്ല, അതിന് നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം സാധ്യമല്ല. ഇപ്പം ശാരീരിക രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് വാക്സിനേഷൻസ് ഉണ്ട്. ചില ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വാക്സിൻസ് ഉണ്ട്. എല്ലാത്തിനും ഇല്ല. ആ വാക്സിൻസ് എടുക്കുക, അല്ലെങ്കിൽ നല്ല ഭക്ഷണശീലം, വ്യായാമം ഒക്കെ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ അസുഖങ്ങളെ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ, ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏത് ഇൽനെസ്സും തീരെ ക്രോണിക്കായ അതിൻ്റെ ഒരു ചികിത്സ കൊണ്ടുള്ള പുരോഗതി നല്ല മെച്ചമായിട്ട് കിട്ടില്ല. അപ്പം നേരത്തെ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ്. ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഫിസിക്കൽ ഇൽനെസ് പോലെ തന്നെ മെന്റൽ ഇൽനെസ്സിനും പ്രധാനമാണ്. മാനസിക രോഗങ്ങൾ നമുക്ക് ഇപ്പോൾ ശാരീരിക രോഗങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ്, അല്ലേ? ഡയബറ്റീസ് വരാം, ഹൈപ്പർ ടെൻഷൻ വരാം, വീഴുന്ന ഇഞ്ചുറി വരാം. അതുപോലെ മാനസിക രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാനൊക്കില്ല. ശരീരമുള്ളവർക്കെല്ലാം ശാരീരിക രോഗങ്ങൾ വരും എന്ന് പറയും പോലെ മനസ്സുള്ളവർക്കെല്ലാം മാനസിക പ്രശ്നങ്ങളും മാനസിക രോഗങ്ങളും വരാം. തീർച്ചയായിട്ടും ജീവിതത്തിലെ സമ്മർദ്ദം, അപ്പോൾ അതിനകത്താണ് ഈ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഒക്കെ റോളൊക്കെ വരുന്നത്. ആളുകൾ ഒരുപാട് സമ്മർദ്ദത്തിൽപ്പെട്ട് പല അസുഖങ്ങൾ വരെ നമ്മൾ കാണുന്നു. ഈയിടെ പത്രത്തിലൊക്കെ ഡെത്തിനെയൊക്കെ പറ്റിയുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു ഫാക്ടറാണ്. ആളുകൾക്ക് മറ്റ് അസുഖങ്ങൾ കൂട്ടുന്നതിന് ഒരു റോള് ഉണ്ട്. അപ്പം പിന്നൊന്ന് ഈ വളരെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡും അതൊക്കെ. പിന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ കുട്ടികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കി ഈ മൊബൈൽ ഡിപ്പെൻഡൻസ്, അതൊക്കെയാണ് വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. ഈ കോവിഡിന് ശേഷമൊക്കെ കാണുന്നത് പഠന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ. പൊതുവിൽ നമുക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സ്വഭാവത്തിലെ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ ഒക്കെ കണ്ടാൽ, മുൻകൂർ ലക്ഷണങ്ങൾ കണ്ടാൽ, അതൊരു സഹായം തേടുക. ആരുടെങ്കിലും അവരുടെ അധ്യാപകനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധുവായിരിക്കാം, അവരോട് ഈ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. ഒരു എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ, അവരുടെ കുടുംബ ഡോക്ടറെ കാണുക. ഒരു സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണണമെങ്കിൽ അവരെ മീറ്റ് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ശാരീരിക രോഗങ്ങൾക്ക് പറയും പോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് വളരെ പ്രധാനമാണ്. എക്സസൈസ് ഈ ലഘുവായിട്ടുള്ള മാനസിക രോഗങ്ങൾക്കാണ് ഒരു പക്ഷേ ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുക. ഇപ്പം ഗുരുതരമായ രോഗങ്ങൾ നമുക്ക് സമൂഹത്തിൽ വളരെ അധികമുണ്ട്. 1% ഉണ്ടെന്നാണ് ഗുരുതരമായ രോഗം. 10% ലഘുവായിട്ടുള്ള രോഗങ്ങളുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ കൺട്രിയൊക്കെ ഭയങ്കര ഹൈലി പോപ്പുലസ് കൺട്രിയാണ്. ഈ പെർസെൻറ്റേജിന് നമ്മൾ നമ്പറിലാക്കുമ്പോൾ ഇറ്റ് കംസ് ഹ്യൂജ് നമ്പേഴ്സ്. അപ്പോൾ ഇത്രയും ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള, ചികിത്സ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രൊഫഷണൽസിൻ്റെ എണ്ണം, ചികിത്സ തേടിയെത്തേണ്ട സ്ഥലങ്ങൾ, അവിടുത്തെ ലഭ്യത, ഔഷധത്തിൻ്റെ വില, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലഘുവായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ. 10%. അപ്പം 100 പേരെടുത്താൽ 10 പേർക്കുണ്ടെന്ന്, ഏതാണ്ട് അത്രയും അധികമുണ്ട്. അപ്പം അവർക്കെല്ലാം ഔഷധങ്ങളല്ല നമ്പർ വൺ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശാരീരിക രോഗങ്ങൾക്ക് പറഞ്ഞ പോലുള്ള എക്സസൈസ് നടത്തുക, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വർക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നടക്കുകയോ. റിലാക്സേഷൻ ടെക്നിക്സ് വളരെ വളരെ പ്രധാനമാണ്. അതിൽ ഒരുപക്ഷെ ചിലപ്പോൾ പ്രയർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബ്രീത്തിങ് എക്സസൈസ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് അടുത്ത് പോയി നമ്മൾ എന്തെങ്കിലും
ഒരു ടൈപ്പ് ഓഫ് റിലാക്സേഷൻ പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം. യോഗ, മെഡിറ്റേഷൻ, അത്തരം സംഗതികളായിരിക്കാം. എനി വൺ ഓഫ് ദീസ് ഏതെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ എക്സസൈസും റിലാക്സേഷനും റെഗുലറായിട്ട് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും ഫുഡൊക്കെ നോക്കുക, സ്ലീപ്പ് ഹൈജീൻ അത് പാലിക്കുക, സമയത്ത് ഉറങ്ങുക, നമ്മുടെ സ്ട്രെസ്ഡ് ആണെന്ന് തോന്നിയ ഒരു റിലാക്സേഷൻ ബ്രേക്ക് എടുക്കുക, ഹാഫ് ഡേ ഫോണൊക്കെ മാറ്റി ഓഫ് ചെയ്ത് വയ്ക്കുക, ഒരു ദിവസം കിട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ട്രിപ്പെല്ലാം പോവുക, വീട്ടുകാരുടെ അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. സോ ഇതൊക്കെ നമ്മൾ കോമൺ സെൻസ് സാധാരണ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ തന്നെയാണ് നമുക്കൊരു പക്ഷേ ഇത് കുറയ്ക്കാനുള്ള സ്ട്രെസ് മൂലമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനോ ലഘുവായിട്ടുള്ള മാനസിക രോഗങ്ങൾ വരാതെ നോക്കാനൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ. സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സസ് കുറേയൊക്കെ ജനറ്റിക്കാണ്, കുറേയൊക്കെ എല്ലാ കൾച്ചറിലും എല്ലാ കൺട്രീസിലും എല്ലായിടവും ഈ രോഗങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ, ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ, സ്കിസോഫ്രനിയ, അതൊക്കെ വന്നത് തന്നെ വരാം. പോസിബിലിറ്റീസ് ഉണ്ട്, ജനറ്റിക്സ് ഉണ്ട്, മറ്റ് എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം അതിന് തീർച്ചയായിട്ടും നമുക്ക് ചിലത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഇല്ല, അത് ചികിത്സ തന്നെ എടുക്കണം. അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാം ഏർലി ഐഡൻറ്റിഫിക്കേഷൻ, ട്രീറ്റ്മെൻറ്റ്, ഏർലി വാർണിംഗ് സൈൻസ് വന്നാൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക, ആരുടെങ്കിലും ഓപ്പൺ അപ്പ് ചെയ്യുക, സംസാരിക്കുക, കീപ്പ് ഇൻ ടച്ച്. അതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജായിട്ട് പറയാനുള്ളത്. ഡോക്ടർ, ഇപ്പോൾ പൊതുവെ കുട്ടികളിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ അഡിക്ഷൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് പോലെ തോന്നുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എത്രത്തോളം ഒ പിയിൽ അങ്ങനെ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൺട്രോൾ അല്ല അവർക്ക് ഒന്നും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, ആത്മഹത്യാ പ്രേരണ, അങ്ങനെ മറ്റ് ഇതിലേക്ക് പോകുന്നു. അത് കുട്ടികളുടെ പ്രശ്നങ്ങൾ വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ കുഞ്ഞുനാളിലെ മുതൽ എൻ്റെ ബർത്തും ഡെവലപ്മെൻറ്റും അതനുസരിച്ച് അപ്പോഴുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ്, കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെയുള്ള ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. പിന്നെ കുറച്ച് സ്കൂൾ ഏജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് പഠന പ്രശ്നങ്ങൾ വരാം, ലേണിംഗ് ഡിസബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യും. ഇനിഷ്യലി തുടക്കത്തിൽ തന്നെ അവരുടെ കാഴ്ച, കേൾവി, ഇത്തരം കാര്യങ്ങളിൽ ഡിഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സ്ക്രീനിങ് പ്രസവ സമയത്ത് തന്നെയൊക്കെ നടക്കും. പിന്നീട് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൽ പ്രശ്നമുണ്ടോ, മൈൽ സ്റ്റോൺസ് ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ. ഓട്ടിസം സ്പെക്ട്രം പോലുള്ള അസുഖങ്ങളുണ്ട്, സെറിബ്രൽ പാൽസി പോലത്തെ അസുഖങ്ങളുണ്ടോ, പ്രസവ സമയത്തുള്ള ബ്രെയിൻ ഇഞ്ചുറീസ്, അത്തരം കാര്യങ്ങൾ കാരണം ഉണ്ടാകുന്ന സംഗതികളുണ്ടോ, ഇതൊക്കെ വരുന്നുണ്ട്. അവരുടെ സ്വഭാവ പ്രശ്നങ്ങൾ അത് വളരെ ഒരു കോമൺ ആയിട്ട് വരുന്ന സംഗതികളാണ്. കുറെ കൂടെ വളർന്നു കഴിയുമ്പോഴാണ് പഠന പ്രശ്നങ്ങളൊക്കെ വരുന്നു, പഠനത്തിൽ മോശമാകുന്നു. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞൊരു ഡിസ്ലെക്സിയാസ് ഉണ്ട്, അതുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതൊക്കെ പലതിനും ഔഷധങ്ങളല്ല, റെമഡിയൽ എഡ്യൂക്കേഷനാണ് ഇപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ സ്പീച്ച് ഡെവലപ്മെൻറ്റ് കുഴപ്പമെങ്കിൽ സ്പീച്ച് തെറപ്പി ആയിരിക്കും. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് ഓരോന്നിനും ചെയ്യേണ്ടി വരും. ഔഷധങ്ങൾക്ക് പരിമിതമായ റോളാണുള്ളത്. കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഫിറ്റ് വരുന്ന കുട്ടികളായിരിക്കും, വേറെ എന്തെങ്കിലും സ്ലീപ്പ് പ്രോബ്ലം കാണും, ജന്യ കാണും, വലിയ സ്വയം ഇഞ്ചുറി ചെയ്യുന്ന ആക്രമം, ഇങ്ങനെ കാണും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നൊരു ഗ്രൂപ്പ് ഓഫ് ഇൽനെസ്സസ് ഉണ്ട്. അപ്പോൾ അതിന് ചില അസുഖങ്ങൾക്ക് ചില ഔഷധങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അതിന് ഔഷധം ആവശ്യമുള്ളതിന് ഔഷധം കൊടുക്കും. ഒരുപാട് വിരുവിരിപ്പും ഓട്ടം ഒക്കെ ഉള്ള കുട്ടികൾ, അതിനൊക്കെ ചിലപ്പോൾ ചില ഔഷധങ്ങളൊക്കെ നമുക്ക് കൊടുക്കും. നേരത്തെ സൂചിപ്പിച്ച ഈ പഠനത്തിൽ മോശമാവുന്നു, ഒരുപാട് മൊബൈൽ യൂസ്, പിന്നെ അങ്ങോട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്ക് അഡോളസൻ പ്രായത്തിൽ വരുന്ന ഇഷ്യൂസ് എല്ലാം അങ്ങ് വരും. അഡോളസൻ പ്രായത്തിലാണ് ഈ ഇമോഷണൽ കൺട്രോൾ, ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ദേഷ്യം കൂടുതൽ പെടുന്നു, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത, ഇതുപോലത്തെ പ്രശ്നങ്ങളെല്ലാം വരുന്നു. അതൊരു ഇറ്റ്സെൽഫ് അതും ഒരു വലിയ പ്രശ്നമാണ്. അഡോളസൻ ബിഹേവിയർ ടെർമോയിൽ അതൊരു വലിയ പ്രോബ്ലമാണ്. ചില സന്ദർഭത്തിൽ നമുക്കത് മാനസിക രോഗം വല്ലതും വരുന്നതിൻ്റെ തുടക്കമാണോ അതോ അഡോളസൻ ടെർമോയിലാണോ എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെപ്പോലെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാർക്ക് പോലും ചിലപ്പോൾ പറ്റാറില്ല. നമ്മളെന്തെങ്കിലും വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് പിന്നെ മരുന്ന് കൊടുത്ത് വീണ്ടും നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ. അപ്പം അവിടെയാണ് ഫാമിലി ഹിസ്റ്ററി, ഇതിൻ്റെ നേരത്തെയുള്ള ഇൽനെസ്സസ് ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ഫാക്ടേഴ്സൊക്കെ വരുന്ന അവിടെയാണ്. അപ്പം അങ്ങനെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് കുട്ടികളുടെ ഇടയിലും കാണുന്നത്. കുറേ കുട്ടികളൊക്കെ നമ്മുടെ അടുത്തും വരാറുണ്ട്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകളിലും ഒക്കെ പോയിട്ടും ഒക്കെ വരുന്നവരൊക്കെ വരാറുണ്ട്. ചികിത്സ, ഔഷധ ചികിത്സയേക്കാൾ പ്രധാനം മറ്റ് പലതരം കൗൺസിലിംഗ്, ഓഫ് കോഴ്സ് പലതരം തെറപ്പീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീച്ച് തെറപ്പി, റെമഡിയൽ എഡ്യൂക്കേഷൻ, ഔഷധ ചികിത്സ, ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് ചെയ്യേണ്ടി വരും പലതിലും. അഡോളസൻ കുട്ടികളെയും അവരെ കൺസൾട്ടേഷൻ എത്തിക്കുന്നതിന് വലിയ ചലഞ്ചാണ്. പാരൻസിന് അവരെ കൺസൾട്ടേഷൻ അവർ പോവില്ല. അപ്പോൾ എന്നെ
മാനസിക രോഗിയാക്കാൻ, എന്നെ ഭ്രാന്താക്കാനാണല്ലേ, എന്നെ വട്ടാക്കാനാണല്ലേ കൊണ്ടുവന്നത്. അവർ വരില്ല. നമ്മളെ മുമ്പ് വന്നിട്ട് പിണങ്ങി ഇറങ്ങി പൊക്കളയുന്ന കുട്ടികളുണ്ട്. രക്ഷകർത്താക്കൾ ഹെൽപ്ലെസ് ആണ്, നമ്മളും പലപ്പോഴും ഹെൽപ്ലെസ് ആവുന്ന സന്ദർഭങ്ങളുമുണ്ട്. പക്ഷെ അവരെ നമ്മുടെ കൈ കിട്ടിയാലും നമ്മൾ അവർക്ക് സ്നേഹമായിട്ട് സംസാരിക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. പലപ്പോഴും കുട്ടികളുടെ പ്രോബ്ലംസ് ആയിട്ട് കുട്ടികൾ വരുമ്പോഴത്തേക്ക് പ്രോബ്ലം അവരുടെ വീട്ടിലായിരിക്കും. ടീനേജിലോട്ട് കടക്കുമ്പോൾ പറ്റുന്ന പ്രശ്നം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ കോൺഫ്ലിക്റ്റ് കാണും. ഹസ്ബൻഡ് ചിലപ്പം അച്ഛൻ ആൽക്കഹോളിക് ആയിരിക്കും, അയാൾ ആന്റി സോഷ്യൽ ആയിരിക്കും, അയാൾക്ക് മാനസിക രോഗം കാണും, പല പ്രശ്നങ്ങളും കാണും. പിന്നെ ഒള്ളി ചൈൽഡ് പലപ്പോഴും പ്രോബ്ലം ആയിട്ട് കാണാറുണ്ട്. അഡോപ്റ്റഡ് ചൈൽഡ്, ഒള്ളി ചൈൽഡ്, സെപ്പറേറ്റ്, ഈ ബ്രോക്കൺ ഫാമിലിയിലുള്ള കുട്ടികൾ, അവർ ഹസ്ബൻഡ് വൈഫ് സെപ്പറേറ്റ് ആയി, കേസ് ഗോയിങ് ഓൺ ഇൻ ഫാമിലി കോർട്ട് ഓർ ഹസ്ബൻഡ് ഇൻ ജയിൽ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. എവിടെയെല്ലാം ബ്രോക്കൺ ഫാമിലി കുട്ടികളുണ്ടോ അവർക്ക് പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണാം, ബിഹേവിയർ പ്രശ്നങ്ങളും പലതും ഒക്കെ. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്ന വലിയൊരു ക്ലേശകരമായ കാര്യമാണെങ്കിലും നമ്മൾ പറ്റുന്നിടത്തോളം സൈക്കോളജിസ്റ്റന്മാരും സൈക്കാട്രിസ്റ്റന്മാരും ഒക്കെ അവരെ സഹായം തേടി എത്തുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാറുണ്ട്. സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അതായത് പബ്ലിക് അതിനെ പറ്റിയുള്ള ഒരു അറിവിലേക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് മെന്റൽ ഹെൽത്ത് സർവീസസ് കൊടുക്കേണ്ട ഒരു മെന്റൽ ഹെൽത്ത് ടീമാണെന്ന് പറയാറുണ്ട്. ടീം, മെന്റൽ ഹെൽത്ത് ടീം. അതിന്റെ ഹെഡ് ഒരു പക്ഷേ ഡോക്ടറാണ്. ഡോക്ടർ MBBS പാസ്സായിട്ട് സൈക്കാട്രി DPMO MDO DNBO അതിൽ ഡിഗ്രി ഉള്ളവരാണ് സൈക്കാട്രിസ്റ്റ്. സൈക്കാട്രിസ്റ്റ് ടീം ലീഡർ, ദെൻ കംസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രോഡ് ടേമാണ്. ദർ ഇസ് എഡ്യൂക്കേഷൻ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, അല്ലെങ്കിൽ ബിഹേവിയർ സൈക്കോളജി, ആനിമൽ സൈക്കോളജി, ഒരുപാട് സംഗതികളുണ്ട്. അപ്പം മൊത്തം ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് ബിഹേവിയറൽ സയൻസ് ആൻഡ് സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജി സംബഡി ഹൂ ലുക്സ് അറ്റ് പേഷ്യൻസിനെ കാണുകയും അവർക്ക് കൗൺസിലിംഗ്, അവർക്ക് വേണ്ടുന്ന സൈക്കോതെറപ്പി, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈക്കോതെറപ്പീസ്, എന്തെങ്കിലും സൈക്കോമെട്രിക് ടെസ്റ്റുകൾ. ഇപ്പം നമുക്ക് ഒരു ചൈൽഡിനെ കൊണ്ടുവന്ന് ബുദ്ധിമാന്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം, ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് അറിയണം, IQ ടെസ്റ്റിംഗ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അസസ് ചെയ്യണം, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. കൗൺസിലിംഗ്, ഇപ്പോൾ ഡോക്ടർമാർ പലപ്പോഴും ബിസി ആയിരിക്കും. നമുക്കിവിടെ 10 പേഷ്യൻറ്റിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പെട്ടെന്ന് നോക്കി മരുന്ന് കേട്ടി കൊടുത്തു വിടും. അപ്പോൾ സൈക്കോളജിസ്റ്റ് കുറച്ചുകൂടി ക്ഷമയോടുകൂടി ഇരുന്ന് പേഷ്യൻ്റെ കഥയൊക്കെ കേട്ട്, നമ്മൾ തീർന്ന പല പേഷ്യൻ്റ് ഒരു കഥ കാണും, പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർക്ക് വേറൊരു കഥ പറയാൻ കാണും, ഒരു ബൈസ്റ്റാൻഡർ വേറൊരു കഥ പറയാൻ കാണും. ഇതെല്ലാം കേൾക്കാൻ ആരും ഇല്ലെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് കേൾക്കുക എന്നുള്ള ചികിത്സയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് താരം. അങ്ങനെ വരുമ്പോൾ ഇതിനുവേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഇപ്പോൾ സൈക്കാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവർ MBBS ഡോക്ടേഴ്സ് അല്ല, അവർ MS സൈക്കോളജി അല്ലെങ്കിൽ MSW കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ട്രെയിനിങ് എടുത്തവരാണ്. ഏത് MPhil ഓർ ചില PG DCP, ചില PG ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി അതൊക്കെ കഴിഞ്ഞവരാണ്. സോ ഇവർ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യേണ്ടവരാണ്. ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ, ഡോക്ടറുടെ ഒപ്പീനിയൻ, അതെല്ലാം കൂടി ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അത്തരം ഒരു ടീം വർക്ക് എല്ലാ സെൻറ്റേഴ്സിലും നടക്കുന്നില്ല. ഒരു പക്ഷേ പ്രൊഫഷണൽസിൻ്റെ എണ്ണത്തിൽ കുറവൊക്കെ ഉണ്ട്. ഇതല്ലാതെ സൈക്യാട്രിക് സോഷ്യൽ വർക്കറുണ്ട്, ഓക്കുപ്പേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ട്, സൈക്യാട്രിക് നേഴ്സ് ഉണ്ട്, സൈക്യാട്രിക് നഴ്സിംഗിൽ PG കഴിയും. അപ്പോൾ ഇവരെല്ലാം ചേർന്നാണ് മെൻ്റൽ ഹെൽത്ത് ടീം. അപ്പോൾ ആ ഒരു ടീം വർക്ക് ഒരു പക്ഷേ മേജർ സെൻറ്റേഴ്സിലൊക്കെ കാണും, മറ്റിടത്തൊക്കെ പ്രൊഫഷണൽസിൻ്റെ എണ്ണത്തിൽ കുറവുണ്ട്. ഡോക്ടർമാർ, സൈക്കാട്രിസ്റ്റന്മാർ കുറവാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റന്മാർ കുറവാണ്, സോഷ്യൽ വർക്കേഴ്സ് എണ്ണത്തിൽ കുറവാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതിയുണ്ട്. എന്നിരുന്നാലും ഇതാണ് അവരുടെയൊക്കെ റോൾ, പ്രത്യേക റോൾ. അവർ ഔഷധം എഴുതില്ല, പക്ഷേ അവർ രോഗികളെ കണ്ട് കൂടുതൽ സമയം വിവിധതരം തെറപ്പികൾക്കും കൗൺസിലിങ്ങിനും മറ്റു ടെസ്റ്റുകൾക്കും ഒക്കെ സമയം ചെലവഴിക്കും. IQ ടെസ്റ്റിംഗ്, പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡോക്ടർമാർ ഓഫ്കോഴ്സ് അവരുടെ ഒരു ഹെൽപ്പ്, ഒരു ഞാനൊരു പേഷ്യനെ കാണുന്നു, അപ്പോൾ അതിന് കൗൺസിലിംഗ് ആണ് കൂടുതൽ ആവശ്യം. ഔഷധത്തിനൊന്നും വലിയ റോളില്ല, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം, അതിൻ്റെ ഫാമിലി ഇഷ്യൂസൊക്കെ കുറേ കൂടി ഡിഗ് ചെയ്യാനുണ്ട്. ഐ ഡെഫിനറ്റ്ലി റെഫർ ദി പേഷ്യൻ്റ് ടു ദി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സൈക്കോളജിസ്റ്റ് പേഷ്യൻറ്റിനെ കാണുന്നു, അവരെ കണ്ടിട്ട് അവന് ഔഷധ ചികിത്സയും കൂടെ ആവശ്യമാണ്. സിവിയർ ഡിപ്രഷനാണ്, അല്ലെങ്കിൽ സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ട്, മാനസിക രോഗം, വേറെ ഹാലുസിനേഷൻ അതൊക്കെ ഉണ്ട്, മരുന്ന് വേണം. യു വിൽ റെഫർ ദം ടു ദി ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ്. സോ വിൽ സി. സോ അതെല്ലാം ഒരുമിച്ച് പരസ്പര പൂരകങ്ങളായിട്ട് പോകേണ്ട പ്രൊഫഷണൽസാണ്. ഡോക്ടർ, അപ്പോൾ ബൈപോളാർ ഡിസോർഡർ അത് ശരിക്കും എന്താണ്, ആ രോഗത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മളിങ്ങനെ വിഷാദത്തിനെ പറ്റി പറഞ്ഞു. മൂഡിൽ വരുന്ന വ്യത്യാസമാണ്, അതൊക്കെ മൂഡ് ഡിസോർഡറിന്റെ കീഴിൽ വരാനാണ്. മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രധാന കാറ്റഗറിയാണ്. അതിനകത്ത് രോഗത്തിന്റെ പ്രധാനപ്പെട്ട ബാധിക്കുന്ന മനസ്സിന്റെ ഒരു ഫാക്കൽറ്റീസ് നമുക്കൊരു മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മൂഡ്, അതിന്റെ ചിന്ത, തോട്ട്, ബിഹേവിയർ, ഇങ്ങനെ മൂന്നായിട്ട് വേണേൽ തിരിക്കാം.
മൂഡിൽ വരുന്ന വ്യത്യാസങ്ങൾ, ചിന്തയ്ക്ക് വരുന്ന അസുഖങ്ങൾ, തോട്ട് കംപ്ലീറ്റ് അബ്നോർമൽ, അതുമൂലം ഈ മൂഡ് വ്യത്യാസങ്ങളോ തോട്ട് വ്യത്യാസങ്ങളോ കൊണ്ട് സ്വഭാവത്തിനും പെരുമാറ്റത്തിനും തന്നെ വരുന്ന വ്യത്യാസം, ബിഹേവിയർ വ്യത്യാസം. അപ്പൊ അതിനകത്ത് ഒരുപക്ഷെ നമുക്ക് സ്കിസോഫ്രനിയ പോലെയൊക്കെ ഉള്ള ഇൽനെസ്സിന് തോട്ടാണ് ബേസിക് അബ്നോർമാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ചിന്തകളെ അബ്നോർമൽ, എൻ്റെ ചിന്തകളെ ആരോ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ റോങ് ബിലീഫ്സ് വെച്ച് പുലർത്തുന്നു, എന്നെ കൊല്ലാൻ നടക്കുന്നു ആരൊക്കെ, അല്ലെങ്കിൽ ആരൊക്കെ എന്നോട് സംസാരിക്കുന്നു, അത്തരം ഹാലുസിനേഷൻസ്, ഡെലൂഷൻസ്, ഫാൾസ് ബിലീഫ്സ് ആൻഡ് ഡെലൂഷൻസ്. അപ്പോൾ ഇതെല്ലാം സൈക്കോസിന്റെ ലക്ഷണങ്ങളാണ്, ഹാലുസിനേഷൻസ്, ഡെലൂഷൻസ് ഒക്കെ. അപ്പോൾ അതെല്ലാം സ്കിസോഫ്രനിയ പോലത്തെ രോഗങ്ങൾക്ക് കൂടുതലാണ്. തോട്ടിന്റെ അബ്നോർമാലിറ്റിയാണ്. തോട്ടിന് അബ്നോർമാലിറ്റി വന്നാലും മൂഡിന് അബ്നോർമാലിറ്റി വന്നാലും ബിഹേവിയർ അബ്നോർമൽ ആവും. ഡിപ്രഷൻ വന്നാൽ അവൻ മിണ്ടാതെ കുനിഞ്ഞിരിക്കും, അല്ലെങ്കിൽ അവന് മാനിയ വന്നാൽ അവൻ ചിലപ്പോൾ കൂടുതൽ ബഹളം ദേഷ്യമൊക്കെ കാണിക്കും. ഈ മൂഡ് ഡിസോർഡറുകളിലേക്ക് മൂഡിനാണ് ബേസിക് ചേഞ്ചസ്. ഇതെല്ലാം മനുഷ്യൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പെർഫെക്റ്റ്ലി അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇതിൻ്റെയൊക്കെ മിക്സ്ചർ ആയിരിക്കും പക്ഷേ നമ്മൾ കാണുന്നതും നമ്മൾ കൈകാര്യം ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ. മൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ലോകത്തെക്കുറിച്ചുള്ള, ലോകത്തിന്റെ കാഴ്ചയ്ക്ക് വേണ്ടുന്ന നിറം കൊടുക്കുന്ന ഒരു പ്രതിഭാസമാണ് അതിൻ്റെ ഇമോഷണൽ ഫീലിംഗ് ടോൺ, വിച്ച് കളേഴ്സ് ദ പേഴ്സൺസ് പെർസെപ്ഷൻ ഓഫ് എൻവയൺമെന്റ്. അപ്പൊ അത് ഡിമ്മാവുന്നതാണ് വിഷാദം നമ്മൾ കണ്ടു. അത് ഡൗൺ ആവാം, അത് അപ്പാവാം. അപ്പാവുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷമാണ് വരേണ്ടത്. കുറച്ച് സന്തോഷമൊക്കെ വരും, ഇലേഷൻ എന്ന് പറയും, കുറച്ച് സന്തോഷം. മറ്റത് ഡിപ്രഷനിൽ അങ്ങ് ഡൗൺ ആയി പോവുകയാണ്, സൈക്കോമോട്ടർ ആക്ടിവിറ്റി ഒക്കെ കുറഞ്ഞ് ഡള്ളായിട്ട് പോകണമെങ്കിൽ മറ്റതിനകത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കൂടിയിട്ട് ഉറക്കമൊന്നും ഇല്ല, ഉറക്കം വേണ്ട, ഉറക്കം ഇല്ലെങ്കിലും ക്ഷീണം ഇല്ല, ഒരുപാട് തോട്ട്സ്, ഒരുപാട് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, ഒരുപാട് പ്രഷർ ഓഫ് തോട്ട്സ്, എന്നിട്ട് പല പല കാര്യങ്ങൾ ചെയ്യുക, രാത്രി ഉറക്കം വെച്ചിരുന്ന് വലിയ പാട്ടൊക്കെ വയ്ക്കുക. ഞാനിപ്പോൾ പറഞ്ഞു വന്ന പിക്ചർ ഒരു മാനിക് പിക്ചറാണ്. മാനിയായാലും സന്തോഷം തന്നെ വേണമെന്നില്ല, പിന്നെ ഇറിറ്റബിലിറ്റി ആവും, ദേഷ്യമൊക്കെ ആവും, എല്ലാം എടുത്ത് ഉടക്കുക, അങ്ങനെയൊക്കെ ചെയ്തേക്കും. അപ്പൊ ഡിപ്രഷനും വരാം, മാനിയയും വരാം. സോ നോക്കൂ, മൂഡ് രണ്ട് പോളിലേക്കും പോകുന്നു. ഡൗൺ വരുന്നത് ഡിപ്രസ് പോളും, അപ്പ് വരുന്നത് മാനിയ പോളും. ഓക്കെ, ഡിപ്രഷനിൽ സങ്കടം തന്നെ വരുള്ളൂ, ആത്മഹത്യാ ചിന്തയൊക്കെ. മാനിയയിൽ പക്ഷെ സന്തോഷം തന്നെ അല്ല, ദേഷ്യവും ഇറിറ്റബിലിറ്റിയും ഒരുപാട് തോട്ട്സും അൺവാണ്ടഡ് സ്പെൻഡിങ്ങും അൺവാണ്ടഡ് കമ്പനീസും സെക്ഷലി പ്രോമിസ്കസ് ആക്ടിവിറ്റി, അത് സ്പെൻഡ് ചെയ്യുക, എല്ലാവർക്കും കൊടുത്ത് സംഭാവന ചെയ്യുക, അങ്ങനെയൊക്കെ ചിലർ ചെയ്യും. ചില ബിസിനസ്സിലും പൊളിറ്റിക്സിലും എല്ലാം നന്നായിട്ട് കയറി വരുന്ന ചില മൂഡ് ചേഞ്ച് ഉള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. സാഹിത്യകാരന്മാരുടെ ഇടയിലൊക്കെ നല്ല ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല മൂഡ് പ്രോബ്ലം ഉള്ള ആളെ കണ്ടിട്ടുണ്ട്. എക്സാമ്പിൾസ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ മൂഡിന്റെ ചേഞ്ച് ഒരു ലെവൽ വരെ അത് പ്രൊഡക്റ്റീവ് പോലെ തോന്നും, ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി അങ്ങ് അബ്നോർമലായി പോകും. എൻ്റെ കൂടെ വല്ല മദ്യമോ ലഹരിയും കൂടെ കാണും, കംപ്ലീറ്റ് പോകും. അപ്പം ഈ മൂഡ് രണ്ട് പോളിലേക്കും മാറി മാറി വരുന്ന അസുഖത്തിനാണ് ബൈപോളാർ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. ബൈപോളാർ മൂഡ് ഡിസോർഡർ ഒരുപക്ഷെ മാനിക് ഇൽനെസ് മാത്രം എപ്പിസോഡിക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതിന് നമ്മൾ ബൈപോളാർ എന്ന് തന്നെ പറയും. അവിടെ ഡിപ്രഷൻ ഒരു അൺനോട്ടീസ്ഡ് ആയിട്ട് പോകുന്നു എന്നാണ് വെയ്പ്പ്. കുറച്ച് ദിവസം പേഷ്യൻ്റ് ഡള്ളായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും, അത് കഴിഞ്ഞ് വലിയ വേഗതയാവും. ചില വീട്ടമ്മയായിരിക്കും, അവർ ഭയങ്കര സ്പീഡാവും, അയൽവക്കാരൊക്കെ ആയിട്ട് വലിയ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോവുക, വേഷം കണ്ടാൽ തന്നെ അറിയാം, നല്ല ഒരുപാട് കമ്മലൊക്കെ ഇട്ട് വലിയ കളർഫുൾ ആയിട്ടും വല്ല വർണ്ണാഭമായിട്ടൊക്കെ വേഷം ധരിച്ചൊക്കെ വരും. ഡിപ്രസ്ഡ് ആൾക്കാരെ കണ്ട ഇതുപോലെ നിങ്ങൾ ഞാൻ ഇടുമ്പോൾ കറുത്ത ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഡിമ്മായിട്ടൊക്കെ. ഈവൻ ഡ്രസ് വിൽ ടെൽ യു. പേഷ്യന്റ് വരുമ്പോൾ തന്നെ അറിയാം എന്താണ് അവന്റെ ഇൽനെസ്. പേഷ്യന്റ് ആ ഒരു അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ വിൽ ടെൽ യു വാട്ട് ഇസ് എ ഡയഗ്നോസ്. അപ്പോഴും മൂലം നമുക്ക് ഡയഗ്നോസ് കിട്ടി തുടങ്ങും. സംസാരിച്ച് ഹിസ്റ്ററി ഒക്കെ എടുക്കുമ്പോഴായിരിക്കും കിട്ടുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മൂഡ് ചേഞ്ചസ് രണ്ട് ദിശയിലേക്കും പോകുന്നതിനാണ് ബൈപോളാർ മൂഡ് ഡിസോർഡർ എന്ന് പറയുക. അപ്പം മാത്രം എക്സൈറ്റഡ് ബിഹേവിയർ മാത്രം ഇടയ്ക്കിടെ എപ്പിസോഡിക്കായിട്ട് വരിക എന്നുള്ളതാണ് മൂഡ് ഡിസോർഡറിന്റെ ഒരു പ്രത്യേകത. സ്കിസോഫ്രനിയ പോലത്തെ ഒരു രോഗത്തിന് തുടർച്ചയായ രോഗമാണ്. ഇൽനെസ് കുറഞ്ഞാലും കുറച്ച് റെസിഡ്യൂൽ സിംറ്റംസ് ഒക്കെ നിൽക്കും. അയാളുടെ ഫാമിലിയിലും അയാളുടെ സൊസൈറ്റിയിലും അയാളുടെ പ്രൊഫഷനിലെല്ലാം അയാൾ കുറച്ച് ഡിം ആവും, ഡൗൺ ആവും സ്കിസോഫ്രനിയയിൽ. ബൈപോളാർ മൂഡ് ഡിസോർഡർ പേഷ്യൻസ് ഒരു എപ്പിസോഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബി ഓൾമോസ്റ്റ് ബാക്ക് ടു ദ ബേസ് ലൈൻ നോർമൽ ആൻഡ് ഹി വിൽ ഫങ്ഷൻ വെൽ. വീടൊക്കെ നോക്കി, കുടുംബമൊക്കെ നോക്കി, ജോലിയൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് ചിലപ്പോൾ 4 കൊല്ലം 5 കൊല്ലം ഒക്കെ പോകും, ചിലപ്പോൾ 1 കൊല്ലം പോകും. അത് കഴിഞ്ഞായിരിക്കും ഒരു എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ക്ലിയർ എപ്പിസോഡിക് ഇൽനെസ് വിത്ത് ഗുഡ് റെമിഷൻ ഇൻ ബിറ്റ്വീൻ, സിംറ്റം ഫ്രീ, നല്ല, അതാണ് മൂഡ് ഡിസോർഡറിന്റെ ഒരു പ്രത്യേകത, ബൈപോളാർ മൂഡ് ഡിസോർഡറിന്റെ പ്രത്യേകത. പലതരത്തിലും ഇത് വരാം. ബൈപോളാറിനകത്തും സൂയിസൈഡൊക്കെ കൂടുതലാണ്, അങ്ങനെയൊക്കെ വരാം. ഡോക്ടർ, അതുപോലെ ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സ്റ്റോറി വായിച്ചതാണ്. നമ്മൾ ചില കുട്ടികളെ കുറിച്ച് ബാക്ക്വേർഡ് ആയി, അല്ലെങ്കിൽ പഠനത്തിൽ മാത്രമല്ല അവർ പൊതുവെയുള്ള ആക്ടിവിറ്റീസിൽ
പുറകിലോട്ടായിരിക്കും. ഈ സ്കൂളിൽ ടീച്ചേഴ്സ് അവരെ അകറ്റി നിർത്തുന്ന ഒരു ഇതുണ്ടല്ലോ, കാര്യം ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു, വലിയ സംസാരം ഇല്ല എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തും. അപ്പൊ സ്കൂളിൽ ശരിക്കും ഇങ്ങനൊരു അവയർനെസ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും, അല്ലെങ്കിൽ പൊതുവെ സ്കൂളിലൊരു മെന്റൽ ഹെൽത്തിന് വേണ്ടി ഒരു അവയർനെസ് കൊടുക്കണമെന്ന് ഒരു അഭിപ്രായമുണ്ട്. ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ ഒരു സംശയമില്ല. അത് അധ്യാപകർ നല്ല അധ്യാപകരാണെങ്കിൽ, അധ്യാപകരെല്ലാം ഇതിൽ കാര്യങ്ങളെല്ലാം ട്രെയിനിങ് കിട്ടിയവരാണ്. ഗവൺമെന്റ് സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു ആ ഒരു SSA സർവശിക്ഷാ അഭിയാൻ അവരുടെ സ്കീംസ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ വരുന്നതിനകത്ത് ഇതുപോലെ ഉള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാനും, ലേണിംഗ് ഡിസബിലിറ്റി നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനും, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഉള്ള ട്രെയിൻഡ് അധ്യാപകരുണ്ട്. എല്ലാ സ്കൂളുകളിലും ഇല്ല, മറ്റ് സ്കൂളുകളിലൊക്കെ ഉണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഈ BRC ഒക്കെ ഈ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഒക്കെ ഉള്ള അതുകൊണ്ട് ബന്ധപ്പെട്ട സ്കൂളുകളിലൊക്കെ അത്തരം അധ്യാപകരെ കാണാം. അത് വളരെ പ്രധാനമാണ്. അവർ ഐഡന്റിഫൈ ചെയ്യും. ഈ മോശപ്പെട്ട കുട്ടികളെ, നല്ല കുട്ടികളെ പഠിപ്പിക്കുള്ളൂ, മോശപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കില്ല എന്ന് പറയുന്നത് നല്ല അധ്യാപനമല്ലല്ലോ. അപ്പം അതുപോലെ തന്നെ പ്രോബ്ലം ഉള്ള കുട്ടികളെ നേരത്തെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അവരുടെ പാരൻസുമായിട്ട് ലൈസോൺ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടുന്ന ഒരു ഇത് കൊടുക്കുകയും ചെയ്യണം. പല കുട്ടികൾക്കും അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ട് വേണ്ടി വരും. ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയെ ബാക്കിൽ കൊണ്ടിരുത്തി അവൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അവനെ ചിലപ്പോൾ ഫ്രണ്ട് ഇരുത്തേണ്ടി വരും. അപ്പോൾ അവൻ ചിലപ്പം ഒരു ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞാൽ അവൻ ചിലപ്പോൾ നിന്നെന്ന് വരില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ മറ്റു കുട്ടികൾ പറയുന്നതിന് മുമ്പേ ഹി വിൽ സ്പർട്ട് ഔട്ട് വിത്ത് ദ ആൻസർ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ അവർ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ കുട്ടികളെ അടി കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യുകയോ ബെഞ്ചിൽ കയറ്റി നിർത്തുകയോ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ അവർ ഈ കുട്ടി ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്, കുട്ടിക്ക് വായിക്കാനുള്ള എബിലിറ്റി ഇല്ലാന്ന് വയ്ക്കുക, 3ാം ക്ലാസ് എഴുന്നേറ്റ് വായിക്കാൻ പറയുന്നു. അവന് വായന എന്ന് പറയുന്നത് ഈ ലെറ്റേഴ്സ് ഒക്കെ കാണുക, ഈ വേർഡ്സ് ഒക്കെ ബ്രെയിനിൽ പോവുക, അത് പ്രോസസ്സ് ചെയ്ത് അത് സ്പീച്ച് ഏരിയ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് നമ്മളെ ഫോണേഷൻ നമ്മൾ പറയുന്ന ഉൾപ്പെടെ എല്ലാം കൂടെ സംഭവിക്കുന്ന ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ഒരു പ്രോസസ്സാണ് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നതിന്. അത് വായിക്കാൻ വേണ്ടുന്ന അപ്രോപ്രിയേറ്റ് വയറിങ് ബ്രെയിനിൽ ഇല്ലാത്തതാണ് അവൻ്റെ കുഴപ്പം, അവൻ്റെ അസുഖം. അവൻ വായിച്ചില്ലെങ്കിൽ അവനെ എല്ലാവരും കൂടെ അവനെ കളിയാക്കി അവൻ വളരെ മോശപ്പെട്ട കുട്ടിയാണെന്ന് പറഞ്ഞ് ദാറ്റ് വിൽ ഗീവ് ഹിം ഡിപ്രഷൻ ഓൾസോ. ദ ചൈൽഡ് വിൽ ബി, അവൻ്റെ സെൽഫ് എസ്റ്റീം ഉള്ളതുകൂടെ പോകും. അങ്ങനെ ഒരു ഇത് വരും. അപ്പം അത് അധ്യാപകരെ പറ്റി അറിഞ്ഞുകൂടെങ്കിൽ വലിയ പ്രശ്നമാണ്. കുട്ടികൾ പലരും ഒരുപാട് ഡിഫിക്കൽറ്റിയിലാവും. അധ്യാപകർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ പരിശീലനം ആവശ്യമാണ്, അവയർനെസ് ആവശ്യമാണ്. പബ്ലിക് അറ്റ് ലാർജ് എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള അവയർനെസ് ആവശ്യമാണ്. പാരൻസ് ആയാലും അല്ലേ, കുട്ടികളെ വെറുതെ പണിഷ് ചെയ്യും. പ്രോബ്ലം അവന് കാണും, ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, അതിന് പരിഹാരം ഉണ്ടോ എന്ന് നോക്കും. ഒന്നും ഒറ്റമൂലിയും ഗുളിക കഴിച്ചാൽ ഉടനെ മാറുന്ന പ്രശ്നങ്ങളായിരിക്കത്തില്ല. ബട്ട് ദെൻ ഇറ്റ് ഹാസ് ടു ബി ഐഡന്റിഫൈഡ്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം. ഡോക്ടർ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിക്ക് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞതിന് വളരെയധികം നന്ദി. ഇനി നമുക്ക് കൂടുതൽ അറിവ് ഡോക്ടറിൽ നേടാനുണ്ട്. വരും എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം.